സോ ഗൈസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ കഥയെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇനിവ 3, 2, 1 റിയാക്ട്. മച്ചാമാരെ, തെക്കൻ കേരളത്തിൽ പൊതുവായി കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് നമ്മുടെ തെയ്യം. തെയ്യത്തിന്റെ ഒരു ചെറിയ കലാസൃഷ്ടിയാണ് എന്നെ തൊട്ടുപുറം കാണുന്നത്. ഇത് മറ്റാരുമല്ല. അല്ല, അപ്പം നിങ്ങൾ അറിഞ്ഞില്ലേ, കേരളത്തിലെ തെയ്യത്തിൻ്റെ കളർ മാറ്റിയിരിക്കണം കേട്ടോ. നാളെ മുതൽ കേരളത്തിൻ്റെ തെയ്യത്തിൻ്റെ കളർ വെള്ളയാണ്. അപ്പം നേരെ പോയി വെള്ളടിക്കൂ, തെയ്യം പൊളിക്കൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാണാം. നമ്മുടെ സ്വന്തം ദ്രൗപതിയാണ് മച്ചാമാരെ. അതേ മച്ചന്മാരെ, നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അനിരം ദ്രൗപതിയെ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. B4 ഡിസൈൻസിന്റെ മികവില് അച്യുത് ഗ്രാഫിക്സിന്റെ ഒരു കിടിലൻ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വണ്ടി ദ്രൗപതി ഇപ്പൊ നിലവിൽ വർമ്മത്തിലാണുള്ളത്. ഒരു കിടിലം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ദിസ് ഈസ് ജസ്റ്റ് എ ലോഞ്ചിങ് വീഡിയോ. ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. എന്തായാലും കഴിച്ച് നമ്മൾ കേരളത്തിൽ കുറച്ച് വിനോദയാത്ര പോയതിന് ശേഷം കുറച്ച് കുട്ടികളൊക്കെ അപകടത്തിലായതിനു ശേഷം കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് ബസ്സും വെള്ളയാക്കണ നിയമം കൊണ്ടുവന്നല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കെട്ട ടൂറിസ്റ്റ് ബസ് കൊണ്ടുവന്നാണ് ഇവരും. ഓക്കെ, കാരണം ഇവരുടെ ലോഞ്ചിങ് വീഡിയോ അല്ലെങ്കിൽ ലോഞ്ചിങ് ഡേറ്റ് തന്നെ ആ ദിവസമായിരുന്നു. ഓക്കെ, അതായത് അന്ന് വൈകുന്നേരമായിരുന്നു ഇവരുടെ വണ്ടി ലോഞ്ച് ചെയ്യാൻ വെച്ചത്. അത് 2 വർഷം കൊണ്ട് അവർ പെയിന്റ് അടിച്ച് വെച്ച വണ്ടി അന്ന് ലോഞ്ച് ചെയ്ത് ലോഞ്ച് മാറ്റി പിറ്റേ ദിവസം അവർ വെള്ളയാക്കി. ഓക്കെ, അതായത് കേരളത്തിലെ ഒരു പുത്തൻ കലാരൂപം തന്നെ അവർ സൃഷ്ടിച്ചിരിക്കുന്നു. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് ബ്രിട്ടീഷ് ക്രീമും കൊടുക്കുക. അവർ വെളിക്കട്ടെ പറക്കട്ടെ. ഓക്കെ, സോ അടുത്ത ദിവസം കാണാം. ബൈ ബൈ.